അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആ ഒരു മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാടും കുടുംബവും വീട്ടുകാരും ഒക്കെ തന്നെയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് അവർ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലോറി ഡ്രൈവർമാരായ 2 മലയാളികളാണ്. ബിപിൻ ബോസും അതുപോലെ തന്നെ അഭിലാഷും. ആ ഒരു അപകടം നടന്ന സമയത്ത് അവർ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില വിവരങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ മലപ്പുറം കൊണ്ടോട്ടി മേഖലയിലാണുള്ളത്. എന്താണ് അന്ന് കണ്ടത്? കണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി ടയർ പഞ്ചറായി കഴിഞ്ഞ് പഞ്ചർ ഒട്ടിക്കാനായിട്ട് ടയർ ഷോപ്പുകൾ കുറേ നോക്കിപ്പോയി, പക്ഷെ ഒരു സ്ഥലത്തും കിട്ടിയില്ല. അവസാനമാണ് ഈ അപകടം ഉണ്ടായതിൻ്റെ 150 മീറ്റർ ബാക്കിൽ 2 ഭായിമാർ നടത്തുന്ന ഒരു പഞ്ചർ ഷോപ്പിൽ കയറ്റുകയും ടയർ പഞ്ചർ ഒട്ടിക്കുകയും ചെയ്തു. 2000 രൂപ എന്ന് പറഞ്ഞപ്പോൾ 2000 രൂപ കൊടുത്തിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോയപ്പോൾ ബായി പറഞ്ഞു ഒരു 50 രൂപ കുറച്ച് തരാം ബാ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ചെന്നു. ബില്ലും മേടിച്ചു. അത് മേടിച്ച് ഞാൻ തിരിഞ്ഞു വരുമ്പോഴത്തേക്കാണ് ടാങ്കർ വെള്ളത്തിൽ പോണത്. ഭയങ്കരമായിട്ട് ശബ്ദമായിരുന്നു. വെള്ളം റോഡിലേക്ക് കയറി വന്നു. അപ്പോൾ വെള്ളം കയറി വന്നപ്പോൾ തന്നെ മലയുടെ മണ്ടയിൽ നിന്ന് മണ്ണ് വീടിന് ന്യായമായിട്ട് താഴെ വന്നിരുന്നു. അപ്പോൾ ഈ മണ്ണ് വീടിനോട് ചേർന്ന് ഒരു ടാങ്കർ ഉണ്ടായിരുന്നു, ബൾക്ക് ടാങ്കർ ഉണ്ടായിരുന്നു. ആ ടാങ്കർ അവിടെ കിടക്കണ കണ്ടോണ്ട് ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അതിൻ്റെ അകത്ത് ഇല്ല. കുറച്ച് നേരം ഞങ്ങൾ അന്വേഷിച്ചു, ആളെ കണ്ടില്ല. അപ്പോൾ വണ്ടിയിൽ താക്കോലുള്ളതുകൊണ്ട് ഞാൻ ആ വണ്ടി എടുത്ത് ഒരു 1.5 കിലോമീറ്ററോളം വണ്ടി കൊണ്ടുവന്ന് മാറ്റിയിട്ടു. അപ്പോൾ ഞങ്ങളുടെ നിഗമനം വെച്ച് ആ ടാങ്കർ കിടന്നതിൻ്റെ ബാക്കി തന്നെ ഈ അർജുൻ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 8 മീറ്റർ താഴ്ചയിൽ ഇപ്പോൾ ഒരു ഡിറ്റക്ടർ ഇതായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ആ പ്രദേശത്ത് തന്നെ ലോറി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ലോറി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കും. ഈ മേഖലയിലൂടെ നിങ്ങൾ മുൻപ് പോയിട്ടുണ്ടോ? നിങ്ങൾ ഒരുമിച്ചാണ് ആ ഒരു സമയത്തുണ്ടായിരുന്നത്? അതെ, ഒരുമിച്ചാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇത് ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ രാത്രി വണ്ടി ഓടിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഓടിച്ചത് കഴിഞ്ഞ ശേഷം പുള്ളിക്ക് കൈമാറി ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോഴാണ് പുള്ളി ഈ നദി ഒഴുകി കയറി ആദ്യം ഒരു നിർത്തി കയറുന്ന കണ്ടാണ് പുള്ളി എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ആ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴായിരുന്നു ഈ വലിയ ശബ്ദത്തോടുകൂടിയുള്ള ഈ ടാങ്കർ പോക്കും ആ മണ്ണിടിഞ്ഞ് വീഴുന്നതും കണ്ടത്. അപ്പോൾ തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന പറഞ്ഞ രീതിയിലുള്ള ടാങ്കർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ സാധിച്ചുകൊണ്ട് ആ ടാങ്കറിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 3 ടാങ്കർ നിലവിൽ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 3 ടാങ്കറും കിട്ടി, 2 ഡ്രൈവർമാരെയും കിട്ടി. അതിലൊരു ടാങ്കറിൻ്റെ ഡ്രൈവറിനെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഈ അപകടം നടക്കുന്നതിന് മുൻപ് അർജുനെയും ലോറിയെയും നിങ്ങൾ കണ്ടിരുന്നു? അപകടം നടക്കുന്നതിന് മുമ്പ് അർജുനെയും ലോറിയെയും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരായ 2 പേര് ഇന്നലെ, അതായത് ഈ അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസം വെളുപ്പിന് ഏകദേശം ഒരു 3 മണിക്ക് യെല്ലാപ്പൂർ കാട്ടിൽ വെച്ച് ഇവർ ഈ ലോറിയെയും അർജുനെയും കണ്ടിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോണടിച്ച് കേൾപ്പിച്ചിട്ടാണ് ഇവന്മാർ യെല്ലാപ്പൂർ കാട് വഴി കയറി പോകുന്നത്. അവർ ന്യൂഡൽഹിക്ക് പോയിരുന്നു. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു അപകടമാണ് തോന്നുന്നില്ലേ? വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ്. അതെ, അപ്രതീക്ഷിതമായൊരു ഇത് നമുക്കതങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങളങ്ങ് നിന്നു പോവായിരുന്നു ചെയ്ത്. ഇപ്പോൾ ആർമിയുടെയൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ നിങ്ങളും കണ്ട സ്ഥലം അത് തന്നെയാണെന്നാണോ ഒരു മനസ്സിലാക്കുന്നത്? അതെ, അവിടെ തന്നെയാണ് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. അവിടെ തന്നെയാണ് കിട്ടാൻ സാധ്യത എന്നാണ് ഞങ്ങളും ഊഹിക്കുന്നത്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. ഏറെക്കുറെ തുടക്കത്തിൽ തന്നെ തിരച്ചിൽ നടത്തിയിരുന്ന ഒരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞാലല്ലേ? ആ മേഖലയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, ഇത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരാ തുടക്കം തൊട്ടേ ഇതിനുള്ള ഒരു ഊർജ്ജസ്വലമായ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അടിയിൽപ്പെട്ട എല്ലാവരും തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇവരെന്തുകൊണ്ടോ അത് ചെയ്തില്ല. നമ്മുടെ കേരളമല്ലല്ലോ കർണാടക, അതാണ് അവിടുത്തെ അവസ്ഥ. തീർച്ചയായും അതുതന്നെയാണ്. ഒരു അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ തിരച്ചിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ അർജുനെയും വാഹനത്തെയും ഒക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന പ്രതികരണം ലോറി ഡ്രൈവർമാർ കൂടിയായ ഈ ഒരു വ്യക്തികൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ ചാനൽ വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.